ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ്ക്ക് എന്ത് കറി ഉണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ് സാമ്പാർ ഉണ്ടാക്കിയാലോ എന്നൊരു ഇത്. അപ്പോൾ സാമ്പാറിനുള്ള 2-3 കഷ്ണങ്ങളുണ്ട്, പരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ സാമ്പാർ കൂട്ടിയിട്ട് ഒരുപാട് നാളായി, നാട്ടിലുള്ള ടൈമിൽ കൂട്ടിയതാണ്. പിന്നെ നമ്മൾ ഈ പുറത്ത് പോയി നിൽക്കുമ്പോഴാണ് നമ്മൾ നാട്ടിലത്തെ ഫുഡ് നമുക്ക് നല്ലോണം മിസ് ചെയ്യല്. അങ്ങനെ മിസ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് നാട്ടിലത്തെ സ്റ്റൈലൊരു സാമ്പാർ ഉണ്ടാക്കാം. നാട്ടിലത്തെ സ്റ്റൈലാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്കറിയണ പോലത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുകയാണ്. അതിൽ എത്രത്തോളം സക്സസ് ആവുണ്ടെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ എല്ലാ സംഭവവും സക്സസ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ സാമ്പാറൊന്നും ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ച്. സാമ്പാർക്ക് നാട്ടിലെ കറി കൂട്ടാൻ ഒരു പുതിയ അങ്ങനെ സാമ്പാറിലെത്തി. സാമ്പാർ കഷ്ണങ്ങൾ വിചാരിച്ച് ഞാൻ പുറത്തുനിന്നൊന്നും വേണ്ടിയില്ല. എൻ്റെ അടുത്തുള്ള കഷ്ണങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിൽ ഉരുളക്കിഴങ്ങ് കണ്ടിന്യൂ, പിന്നെ ക്യാരറ്റ്, വെണ്ടക്ക, പിന്നെ പരിപ്പുണ്ട്. ഇതൊക്കെ വെച്ചാണ് സാമ്പാർ ഉണ്ടാക്കിയത്. സാമ്പാറിൻ്റെ കൂട്ടത്തിൽ ഉപ്പേരിൻ്റെ ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ബീട്രൂട്ട് ഉണ്ടാക്കുന്ന ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. ബീട്രൂട്ട് ഉപ്പേരി നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ് ടേസ്റ്റ് വരിക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാമ്പാർ എല്ലാവരും ഇങ്ങനെയാണോ വെക്കാന്ന് എനിക്കറിയില്ല. ചിലപ്പം വേറെ രീതിക്ക് ആൾക്കാരെ വെക്കുക, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് അറിയാം. അപ്പം എനിക്കറിയണ പോലെ ഞാനൊരു തട്ടിമുട്ടിയിട്ടുണ്ടാക്കിയാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് എന്താ വെച്ചാൽ പരിപ്പ് കുറച്ച് കേക്കിനെ വെള്ളത്തിലിട്ട് വെച്ചിന്. അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ കുക്കറിൽ പരിപ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഒരു വിസിൽ ഞാൻ കുക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടത് പിന്നെ ഒരു വിസിൽ കുക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വേറൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളക് വേണം. പക്ഷേ എൻ്റെ അടുത്ത് കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടുകും ഉള്ളത് ഇപ്പോൾ കടുകും കറിവേപ്പിലാണ്, അത് രണ്ടും ഇട്ട് അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയാണ് മസ്റ്റ്. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ 2-3 സ്പൂൺ ഇട്ടണേ. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ടാണ് കേട്ടോ, അഥവാ കരിഞ്ഞ് പോകുക വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. പിന്നെ ഇതൊക്കെ മിക്സ് ചേർത്തതിൻ്റെ ശേഷം ഞാനത് ഓണാക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തതിൻ്റെ ശേഷമാണ് അത് മാറ്റി വെക്കണം. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ മീനൊന്നും എപ്പോഴും കിട്ടില്ല. ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച മാർക്കറ്റിൽ പോകണം തോന്നുന്നുണ്ട്. അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞിട്ടത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പിന്നെ സാമ്പാറിൻ്റെ കൂടെ സൈഡായിട്ട് മീൻ ഏതായാലും ഇല്ല, അപ്പോൾ എവിടെയെങ്കിലും പൊരിക്കാൻ വിചാരിച്ചിട്ടാണ് അമ്മോടെ പൊരിക്കണത്. പിന്നെ ഉപ്പേരി ഉണ്ടല്ലോ, ബീട്രൂട്ട് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. സാമ്പാറിൻ്റെ കൂടെ ഒരു ഉപ്പേരി വേണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ബീട്രൂട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ആരെയും വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത്. ഇത് തന്നെ ഞാൻ എപ്പോഴും അധികം വീഡിയോസിൽ പറയല്. നിങ്ങളെ ചടപ്പിച്ചാൻ വേണ്ടി പറയില്ല, എനിക്ക് പറയാൻ തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ വീഡിയോസ് കാണാനും ആൾക്കാരുണ്ട്, അങ്ങനെ എനിക്ക് പിന്നെയും വീഡിയോ ഇടാനൊരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് പറയണതാണ്. അങ്ങനെ ഉപ്പേരിയായി സാമ്പാറായി ഒക്കെ ഞാൻ മാറ്റിച്ച് പിന്നെ മുട പൊരിച്ച്. പിന്നെ സൈഡായിട്ട് മീനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് മുട പൊരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പാറും മുടിയും ബീട്രൂട്ട് അച്ചാറും കൂട്ടി തന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ എപ്പോഴും അറിയാം കൂടെ. നമ്മളിപ്പോൾ പുറത്ത് പോയി നമ്മുടെ നാട്ടിലത്തെ ഫുഡ് നമുക്ക് നല്ലോണം മിസ് ചെയ്യാനൊരു ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ ഇങ്ങനത്തെ ഓരോന്നുണ്ടാക്കി ഇതെല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ മീൻ കറി ആയാലും എന്തെങ്കിലും ഉണ്ടാക്കി നോക്കി. അപ്പോൾ അത് നമ്മൾ നാട്ടിൽ നിന്ന് തിന്നുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഇല്ല. കാരണം എന്താ വെച്ചാൽ കിട്ടാതെ കിട്ടുമ്പോൾ നാട്ടിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.